അതെ, ഇത് നമ്മൾ ഈ കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞ പോലെ വേറെ സ്കൂളുണ്ട് ഇതുപോലെ സ്കൂളുകളുടെ എണ്ണത്തിൽ ഗുരുകുലം പാലക്കാട് ഗുരുകുലം. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും വെച്ച് ബാക്കി എല്ലാവരും വഴി മറ്റേ ടീമാണ്. ഗുരുകുലം സ്കൂളിലെ ടീമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് ഈ നമ്മളെ കോഴിക്കോട് ജില്ല പാർട്ടിസിപ്പേഷൻ കാര്യത്തിൽ 1001 പേരാണ് പങ്കെടുത്തത്. അതുപോലെയാണ് സ്കൂളുകളുടെ കാര്യത്തിൽ നിങ്ങൾ എവിടെ തിരിഞ്ഞു ചോദിച്ചാലും ഒരു ഗുരുകുലം ഉണ്ടാവും. ഇത് എത്ര പേര് പോകുന്നുണ്ട്? എത്ര വണ്ടി വിളിച്ചു? അത് അവിടെ ഈ ഹെഡ് മാസ്റ്ററും ടീച്ചർമാരും ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ? എവിടെ പോയാലും നമ്മൾ തന്നെ എങ്കപ്പാത്താലും ഗുരുകുലം അങ്ങനെയാണ് എല്ലാരും പറയാ. എങ്കപ്പാത്താലും ഗുരുകുലം. അപ്പൊ നിങ്ങളുടെ ഐറ്റം ഏതായിരുന്നു? ഞങ്ങളുടെ ദേശഭക്തി ഗാനം. അവിടെ അവിടെ എല്ലാ ഐറ്റങ്ങൾക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ മറ്റേ അതായത് ഈ കലോത്സവ സീസൺ തുടങ്ങിയ പിന്നെ ക്ലാസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുള്ള് പ്രാക്ടീസ് ആയിരിക്കും അല്ലേ? അക്കാഡമിക്സിലും നമ്മൾ തന്നെയാ ടോപ്പ്, കലോത്സവത്തിലും നമ്മൾ തന്നെയാ ടോപ്പ്. ശരിക്കും സംശയം അല്ലെ? ഇപ്പൊ ഒരുപാട് വൈകിയൊക്കെ വീട്ടിൽ പോകേണ്ടി വരും. എല്ലാ ദിവസവും ലേറ്റ് ആവില്ല വീട്ടിലൊക്കെ പോയി? എന്തായാലും നമ്മള് വൈകുന്നേരം 7 മണിക്ക് എന്നാ പിന്നെ ഒരു തലോണയും പായ എടുത്തിട്ട് അവിടെ നിൽക്കാറുണ്ട്. അങ്ങനെയില്ല, അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എത്ര നേരം വേണേ ഞങ്ങൾ രാത്രി അവിടെ കടന്നോന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കിടക്കും, പ്രാക്ടീസ് ചെയ്യും. ചുമ്മാല്ല, കൂടുതൽ മനഃപൂർവ്വം പറയാത്തതാ. സീരിയസ് ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ദേശഭക്തി ഗാനം അല്ലേ? മറ്റേ സംഘഗാനം ഒറ്റയ്ക്ക് പാടുമെന്നൊക്കെ ചോദിച്ചാണ് കാര്യം. ഇന്നലെ കുറെ ദേശഭക്തി ഗാന ടീമിന് ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല മത്സരം ഉണ്ടായിരുന്നു. അത്യാവശ്യം കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാം? പാട്ട് ഇവന്മാര് ഇല്ലേ നമുക്കൊരു ഭീഷണിയാണ് എന്ന് തോന്നിയിട്ടൊക്കെ അല്ലേ? ചില ടീമൊക്കെ നമുക്ക് തോന്നും കൊള്ളാം, കുഴപ്പമില്ല, നമ്മളൊക്കെ ഒരു ഇതിലുണ്ട് എന്ന് തോന്നും. നിങ്ങള് എത്ര നാളുകൊണ്ടാണ് ഈ പാട്ട് നിങ്ങൾ പരിശീലിച്ചെടുത്തത്? നമ്മള് ഇപ്പൊ പുതിയ പാട്ടെടുത്ത് നമ്മുടെ സംസ്കൃതം സാറ് ഹരിസാറാണ് പാട്ട് എഴുതിയത്. അപ്പോൾ നമ്മൾ പുതിയ പാട്ടെടുത്ത് ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ടാണ് നമ്മളല്ല സബ് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ പാട്ടെടുത്തത്. അപ്പോൾ സബിന് ശേഷം നിങ്ങൾ പുതിയ പാട്ടെടുത്ത് പഠിച്ചാണ് വന്നത് അല്ലേ? ഓക്കെ. അതെന്താണ് പുതിയ പാട്ടെടുക്കാനുള്ള ഒരു ചിന്ത എന്താണ്? നമ്മൾ HSM ഒരേ പാട്ടാണ്, HSS ഒരേ പാട്ടാണ്. അപ്പോ നമ്മൾ HSS വെറൈറ്റി ആക്കി ഒന്ന് പാട്ട് ലഹരി കൊണ്ടുവരാൻ കലയാണ് ലഹരി എന്നുള്ള ഒരു ഇതില് നമ്മൾ ലഹരി ദേശഭക്തിയിൽ ആഡ് ചെയ്തു. അപ്പോ നിങ്ങൾ ആയുധം പിടിച്ചോ, വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആണോ? ഓക്കെ. ഹിന്ദു മുസ്ലിം അവിടെ വരെ അവിടെ വരെ അത് കഴിഞ്ഞിട്ട് ഇനി മലയാളി വരെ ധൈര്യമായിട്ട് പഠിക്കോ, ഒരു പ്രശ്നമില്ല. ചോരയ്ക്ക് തൊട്ട് ഇനിയും അനവധി വരെ ചോര തൊട്ട് ഇനിയും ഇതൊക്കെ പറയൂ. ചോരയ്ക്കു മറുചോര ചിന്താതെ കൈകളാൽ ആയുധമെടുക്കാതെ അഹിംസയാ മുടവാളാൽ മഹായുദ്ധം വിജയിച്ചു ധീരരനശ്വര ബ്രിട്ടീഷ് പടകൾ തൻ കുടില സമര വഴികളിൽ നേരിൻ പരിചയാൽ നാടുകാത്ത വീരരെ പോരാടി പടവെട്ടി വിജയിച്ചൊരു മണ്ണിതിൻ മാനത്തെ കാക്കുവാൻ ധീരരെ പോരുവിൻ തോക്കിൻ മുനകളെ വീറുകാട്ടിയെതിരിടാൻ നാടിൻ വിജയമേ ഹൃദയ മധുര ലഹരിയായി ഭാരതമേ നീ എന്നും ലോകത്തിനു മഹിതമാം സ്വാതന്ത്ര്യ പുലരിയായി എരിയുന്നൊരു ദീപമാ ഗാന്ധിതൻ മാർഗത്താൽ ലോകത്തെ കാത്തൊരു ദിവ്യ സ്വരൂപിണി നീ ഗീതതൻ നീതിയാൽ വേദത്തിൻ ജതികളാൽ നിർവൃതിദായിനി നീ ഹിന്ദു മുസ്ലിം എന്നു ചൊല്ലി എന്നും ഭാരതത്തെ രണ്ടായി പിരിച്ചതില്ലേ? എന്നാൽ എന്നും ഈ ഒരു മതൻ നെയ്തിരിയാണയാതെ ഒന്നിച്ചു വാണതില്ലേ? ഹിന്ദു മുസ്ലിം എന്നു ചൊല്ലി എന്നും ഭാരതത്തെ രണ്ടായി പിരിച്ചതില്ലേ? എന്നാൽ എന്നും ഈ ഒരു മതൻ നെയ്തിരിയാണയാതെ ഒന്നിച്ചു വാണതില്ലേ? ഇനിയും
അനവധി ജനത ഇതുവഴി ഒരു മനസ്സായൊഴുകുവാൻ ഹൃദയമാകെ ദേശസ്നേഹം ലഹരിയായി നിറയണം. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് സാധാരണ ദേശഭക്തി ഗാനങ്ങളെക്കാൾ ഒരു കൂടുതലൊരു എന്താ പറയാ ഒരു എനർജറ്റിക് ഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഉണ്ട്. അവർ ഇന്നലെ പോയി. അവരും കൂടെ ഉണ്ടെങ്കിൽ ഇനിയും നല്ല പഞ്ചായത്ത്. അവരവിടെ പോയി, അത് ഭയങ്കര മോശമായി പോയി തോന്നണം. ഓക്കെ, അപ്പൊ എല്ലാവരുടെ പേരൊന്ന് പരിചയപ്പെടുത്തിപ്പോ. മൃദുല. എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 11ാം ക്ലാസ്. 11 11ാം ക്ലാസ്സിൽ പ്ലസ് 1 പ്ലസ് 1 ഓ പ്ലസ് 2 ഇഷ ഫാത്തിമ പ്ലസ് 2 വർഷിനി പ്ലസ് 2 മീനാക്ഷി പ്ലസ് 2. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരുടെ പേര് കൂടി പറഞ്ഞു. മാളവിക ശീതൽ പ്ലസ് 1 കോമേഴ്സ്. മാളവിക പ്രശാന്ത് പ്ലസ് 1 കോമേഴ്സ്. ശീതൽ പ്രശാന്ത് പ്ലസ് 1 കോമേഴ്സ്. അവരെന്താ പോയ, അവർക്കെന്താ വീട്ടെന്തായിരുന്നു? അയ്യോ, അവരെന്താ പൊക്കളഞ്ഞ്? അവരുടെ അമ്മച്ചിക്കായിരുന്നു. ശരിയാണ്, അമ്മ. അപ്പം നേരത്തെ ഇവര് നമുക്കൊരു വാക്ക് തന്നിരുന്നു, ദേശഭക്തി ഗാനം മാത്രമല്ല വേറെ ഐറ്റംസ് കയ്യിലുണ്ട്, നമുക്ക് ഇനിയും പാട്ടുകളൊക്കെ പാടിത്തരാമെന്നുള്ളത്. അപ്പൊ ഇനി ഏതാ പാടിത്തരാൻ പോന്നെ? ബോളിവുഡാ? എടാ വസീകര, അത് ഹിന്ദിയിലുണ്ട്. കളിക്കരുത്, പറ്റില്ല. ഹിന്ദിയിൽ സരാസരി രാവിലെ. അടിമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்து கூட அன்பே மனமதையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாடாய் உன்னாடிக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்செனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க முன் ஜன்மங்களில் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உன்னையவால் நானே ஏங்குகிறேன் ஏங்குகிறேன் உன்னையவால் നാനേ ദേശഭക്തി ഗാനത്തിന് ഇല്ല, ദേശഭക്തി ഗാനത്തിന്റെ കാര്യം കേൾക്കാൻ രസമുണ്ട്. ഇവരുടെ ദേശഭക്തി ഭയങ്കര പവറായിരുന്നു. ദേശഭക്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല പവറുള്ള, ഇത് കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു സ്റ്റൈൽ അല്ലായിരുന്നു ലല്ലി ചേട്ടാ. അതെ അതെ, ഒരു എനിക്ക് തോന്നുന്നൊരു സ്മരണ വേണം. രണ്ടിനും തരാം. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിരുന്നതിൽ ആരെങ്കിലും? ഞാൻ രണ്ടുപേരുണ്ട്. ഓക്കെ, ഗുരുകുലത്തിൽ എല്ലാവരും മത്സരിക്കുമല്ലോ, അപ്പൊ പറ എന്തായിരുന്നു? എനിക്ക് ഉറുദു പദ്യഞ്ചൊല്ലുണ്ടായിരുന്നു 4-ാം തീയതി. അത് എ ഗ്രേഡാണ്. എ ഗ്രേഡ് പഠിച്ചു. ഞാൻ മൈമിനുണ്ടായിരുന്നു, അത് എ ഗ്രേഡാണ്. എ ഗ്രേഡാണ്. അപ്പൊ അഭിനയിക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് ഉറുദു പദ്യഞ്ചൊല്ലല്ലേ ഒരു കുറച്ച് വളരെ ചെറിയതായിട്ട് ഒരു ചെറിയ പോർഷൻ. बारिशों में भीग जाना ख्वाहिशों के संग जाना जोश से आवाज उठाना शोर से करके वो रहना एक था ऐसा जमाना आज है कैसा जमाना आज कल जुग का समा है कल की हैलत वो कहाँ है. शुक्रिया. താങ്ക് യു നന്നായി പാടിട്ടോ.
എല്ലാവരും നന്നായി നല്ല ഫീലിൽ ആണ് പദ്യം എക്സ്പ്രസ് ചെയ്തത് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇനിയും കൂടുതൽ മത്സരങ്ങളൊക്കെ ആയിട്ട് അടുത്ത കൊല്ലം വരണം. +2-കാര് നമുക്ക് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വരുമല്ലോ പിന്നെ ഞങ്ങളെ പിള്ളേർ സപ്പോർട്ട് ചെയ്യാൻ വരും. അല്ലല്ല +2 മൂന്ന് പേര് ഔട്ട് 4 പേര് ഔട്ടാ. മൃദുല മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ടാവും, മാളവിക, ശീതലും ഉണ്ടാവും. പിന്നെ 10th-കാരും വരുന്നുണ്ടല്ലോ. ഇവര് സീനിയേഴ്സിന്റെ റാങ്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇച്ചിരി ജാട തണ്ടൊന്നും. ഞങ്ങളുടെ അവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു ബോണ്ടാണ്. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുടിച്ചുകൂടി ഇടിക്കുന്നു പറഞ്ഞിട്ടില്ല. ശരി. അപ്പൊ എന്താണ് ഗുരുകുലത്തിന് എല്ലാ ആശംസകളും. നിങ്ങൾ നിസ്സംശയം ലീഡ് എടുക്കുമല്ലോ സ്കൂളുകളുടെ കാര്യത്തിൽ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആശംസ തരേണ്ട ആവശ്യമില്ല. കൺഗ്രാറ്റുലേഷൻസ് അങ്ങ് കൊടുത്തിട്ടെ. അഡ്വാൻസ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം എന്താ